പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകൾ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ചില സൂചനകൾ വന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ മനംമാറ്റം എന്ന് കരുതിയെങ്കിലും നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ട്രംപ് യുദ്ധം നിർത്താൻ ആഗ്രഹിച്ചാലും ഇസ്രായേൽ അതിന് തയ്യാറല്ല എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇതെന്ന് വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുമ്പത്തേക്കാൾ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാന് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ടെഹ്റാൻ നഗരം വലിയ തോതിലുള്ള ബോംബാക്രമണത്തിൽ കത്തിയമരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപും നെതന്യാഹുവും ആഗ്രഹിക്കുന്നത് പോലെ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യവും നിലവിലുണ്ട്. അയത്തുള്ള ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഇറാനികളോട് നെതന്യാഹു പരസ്യമായ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ ഭരണകൂടത്തിനെതിരെ തിരിയുന്നവരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഇല്ലാതാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുമ്പോഴും അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ B-1 യുദ്ധവിമാനങ്ങൾ വ്യോമതാവളങ്ങളിൽ നിന്ന് പറന്നുയരുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി കൂടുമെന്നതിന്റെ സൂചനയാണ്. ട്രംപ് തന്നെ ഇതിനെ ഫയർ ആൻഡ് ഫ്യൂരി, അതായത് തീയും ക്രോധവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യുദ്ധം ലെബനോനിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ ഹോട്ടലുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി പരാതിയുണ്ട്. ഹിസ്ബുള്ളയെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ ലെബനോനിൽ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണമാണ് നടത്തുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും സാരമായി ബാധിച്ചു തുടങ്ങി. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് UAE-ലെ അബുദാബിയിലുള്ള വലിയ എണ്ണ ശുദ്ധീകരണശാല അടച്ചുപൂട്ടേണ്ടി വന്നു. ഇത് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ബാരലിന് $2.9 നിന്നും $3.5 എണ്ണവില വർദ്ധിച്ചത് അമേരിക്കയിലെ ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾക്കും വഴിമാറുന്നുണ്ട്. പെന്റഗണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ യുദ്ധത്തിൽ ഇതുവരെ 8 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും 140ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും യുദ്ധത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. തുർക്കിയുടെ അതിർത്തിക്കുള്ളിൽ പോലും ഇറാന്റെ മിസൈലുകൾ പതിച്ചത് പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായിരിക്കുകയാണ്. UAE, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകൾ പ്രഹരിക്കുകയാണ്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ സമാധാനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലോ ഇറാനോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുകൊണ്ട് യുദ്ധം കൂടുതൽ ഭയാനകമായ രീതിയിൽ തുടരുകയാണ്. ഇത് എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല എന്നതാണ് സത്യം.